വെള്ളിയാഴ്ച ദിവസം മുഅ്മിനീങ്ങളെല്ലാവരും ദ്വാരക്കുകയാണ്. ആ നിലക്കുള്ള ഒരു അവസരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്ത് നടന്നു. എല്ലാ മുഅ്മിനീങ്ങളും പള്ളിയിലേക്ക് ജുമുഅക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് റഹ്മത്തിലേക്ക് നീങ്ങുകയാണ്. മാത്രമല്ല, യൗമുൽ അറഫ ദിനം മുഅ്മിനീങ്ങളൊക്കെ നോമ്പ് നോറ്റ് അള്ളാഹുവിലേക്ക് അടുത്തിരിക്കുന്ന സമയത്താണ്. ആ ഒരു നല്ലൊരു ദിവസത്തിലും കൂടി അദ്ദേഹത്തിൻ്റെ വഫാത്ത് സംഭവിച്ചു പോയി. രാത്രി പെരുന്നാളിൻ്റെ രാത്രി അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതത്തിലെ ആദ്യത്തെ രാത്രിയായി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്തു, വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്തു. ഈ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടവും വലിയ ദുഃഖവും എല്ലാം ഈ കുടുംബത്തിലുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആലോചിച്ച് നോക്കുമ്പോൾ വലിയൊരു ഭാഗ്യവനാണ് അദ്ദേഹം. വലിയ ഒരു തൗഫീഖ് ലഭിച്ച ഒരു വ്യക്തിത്വമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആലിമീങ്ങൾ, ശരീഫ് സഖാഫി ഉസ്താദിൻ്റെ കുടുംബക്കാരല്ല, അദ്ദേഹവുമായി ഒന്നിച്ച് പഠിച്ചു എന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ആ ഉസ്താദിനെ ശരീഫ് സഖാഫിയുടെ മഹബത്ത് വെച്ചുകൊണ്ട് വന്നത് ഞാൻ ഒന്നിച്ച് പഠിച്ചൊരു കൂട്ടുകാരൻ എന്നതുകൊണ്ടാണ്. ഇവർക്കെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് വന്നു, അതുപോലെ അരിയൂർ സഖാഫി ഉസ്താദ്, മറ്റുള്ള ഉസ്താദുമാരൊക്കെ വന്നു. അതെല്ലാം നമ്മൾ ഒന്നിച്ച് പഠിച്ച നമ്മളൊരു കൂട്ടുകാരനാണ് വഫാത്തായി പോയത്. ആ കുടുംബത്തിനൊരു ആശ്വാസം നൽകുവാനും അദ്ദേഹത്തിൻ്റെ ദറജകൾ ഉയർത്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുആ നടത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ആ ഉസ്താദിൻ്റെ പാരത്രിക മോചനത്തിന് വേണ്ടി സദാസമയം ദുആ ചെയ്യുക. വിധവയായി പോയ ആ ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ യതീമായി പോയിട്ടുള്ള 4 മക്കൾ, ഒരു 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകിടാവ്, അതിൻ്റെ താഴെ വയസ്സുള്ള 3 ആൺമക്കൾ, അവരെല്ലാം അല്ലാഹു തആല ഏറ്റെടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അവർക്ക് ഖൈറായ ജീവിതം നൽകുമാറാവട്ടെ. ആ മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയ്ക്ക് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും എല്ലാ സമയത്തും ദുആ ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഈ സദസ്സിന് നേതൃത്വം നൽകുന്ന ബഹുവന്യരായ ശൈഖുന ഹൈദർ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ബഹുമാന്യരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുകൾ, അതുപോലെ അരിയൂർ സഖാഫി ഉസ്താദ്, സൈനി ഉസ്താദ്, ബഹുമാനപ്പെട്ട സൈനി ഉസ്താദ് അവരുകൾ ശരീഫ് സഖാഫിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആ സമയം മുതൽ നിരന്തരമായി ഡോക്ടർമാരുമായി ബന്ധപ്പെടുകയും ഹോസ്പിറ്റലിൽ വരികയും മണിക്കൂറോളം കാത്തു നിൽക്കുകയും ഏതെല്ലാം സമയങ്ങൾ എങ്ങനെയൊക്കെ വേണോ അതെല്ലാം ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും ബർക്കത്ത് കൊടുക്കട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ സഖാഫി പണ്ഡിതന്മാർക്കും കുടുംബക്കാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് സൈനി ഉസ്താദ് 2 വാക്ക് സംസാരിക്കും, അതിനുശേഷം അരിയൂർ സഖാഫി ഉസ്താദ് 2 വാക്ക് സംസാരിക്കും. ശേഷം ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദിൻ്റെ ദുആ നടക്കും. പിന്നെ നമുക്ക് അസ്ർ ബാങ്ക് ആകുമ്പോഴേക്ക് പള്ളിയിലേക്ക് എത്തേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൈനി ഉസ്താദ് സംസാരിക്കും. നമുക്കെല്ലാവർക്കും വലിയ ദുഃഖവും സങ്കടവും ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണം അറഫ ദിവസത്തിൽ, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് തൊട്ടു മുമ്പുള്ള സമയം വളരെ ബറക്കത്തുള്ളൊരു സമയത്താണ് സംഭവിച്ചത്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിൻ്റെ വേർപാട് കൊണ്ട് കുടുംബങ്ങളും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ പ്രയാസപ്പെട്ടെങ്കിലും പരലോകത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ നല്ലൊരു സമയത്ത്, വളരെ നല്ലൊരു അവസ്ഥയായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പാരത്രിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വയസ്സായ പിതാവ് ആദമാക്ക, അദ്ദേഹത്തിൻ്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ 4 മക്കൾ, സഹോദരന്മാർ, സഹോദരികൾ എല്ലാവരും പ്രതീക്ഷിക്കാത്ത ഈ വേർപാടിൻ്റെ പേരിൽ ദുഃഖിച്ചു നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദുആ നടക്കുകയാണ്. ഇന്നരായ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി തങ്ങൾ വളരെ ദൂരെ നിന്ന് മലപ്പുറത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ ഹാഫികളും എത്തിയിട്ടുണ്ട്. കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ സീനിയർ മെമ്പറായ ബഹുമാനപ്പെട്ട ശൈഖുന ഹൈദർ മദനി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ സംഗമത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹം മരിച്ച ശരീഫ് സഖാഫിയുടെ ഉമ്മയുടെ അമ്മാവൻ കൂടിയാണ്. അതിലേക്ക് ദീനിയായി വളരെ ബന്ധമുള്ള SYSൻ്റെ സാഗർ സോൺ പ്രസിഡൻ്റായി
സുദീർഘമായി മർക്കസുലുലും എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ 17 കൊല്ലത്തെ മാനേജറായി, അതിന് മുമ്പ് സൈനുൽ ഉലമ മാണി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ദാറുൽ ഇർഷാദിൽ 4 കൊല്ലം മുദരിസായി. 2004 മർക്കസിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയങ്ങളും ദീനി ദഅവത്തിലും സംഘടനാ പ്രവർത്തനത്തിലുമായി ചെലവഴിച്ച ഒരു ധന്യമായ ജീവിതത്തിൻ്റെ ഉടമയാണ്. വളരെ സൗമ്യ സ്വഭാവിയായ, വളരെയധികം തവാദുള്ള, ആരോടും പെട്ടെന്ന് ഇണങ്ങുന്ന, ഒരാളോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ വെറുപ്പോ ഇല്ലാത്ത ഒരു പരിശുദ്ധ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച ഒരു പണ്ഡിത സഹോദരനായിരുന്നു ഷരീഫ് സഖാഫി. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി സന്തോഷമാക്കി വെക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപ്പക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾക്കും അല്ലാഹു തആല നല്ല നിഅമൽ ബദൽ അല്ലാഹു നൽകി, ജീവിതത്തിൽ വലിയ ബറക്കത്തും സന്തോഷവും അല്ലാഹു നൽകി, ഈ വേർപാടിൻ്റെ ദുഃഖം സഹിക്കാനുള്ള ശക്തി അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജമലുള്ളി തങ്ങൾ അവர்கள், പെരുവള്ളൂർ തങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഹരിയൂർ സഖാഫി അവர்கள், പ്രഗത്ഭ പ്രഭാഷകനായ ഹരിയൂർ സദീഖ് സഖാഫി നമ്മുടെ ഭാഗത്ത് പലപ്പോഴും പ്രസംഗിക്കാൻ വന്ന ആളാണ്. അദ്ദേഹം ഒരു അല്പസമയം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് തങ്ങൾ ദുആ ചെയ്യും. ആദരണീയരായ സയ്യിദ് അവറുകൾ, ഈ സദസ്സിലുള്ള ഉലമാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ 2004 ബാച്ചിൽ സഖാഫിയായി പുറത്തിറങ്ങിയ ഷരീഫ് സഖാഫിയുടെ വിയോഗം വളരെയധികം ഞെട്ടലോടുകൂടെയാണ് അത് വായിച്ചെടുക്കാൻ സാധിച്ചത്. മരണം എല്ലാവർക്കും ഉള്ള ഒരു യാഥാർത്ഥ്യമാണ്. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കലേ വഴിയുള്ളൂ. ജനിച്ചവരൊക്കെയും ഒരു നാൾ മരിക്കുമെന്ന കാര്യത്തിൽ ലോകത്ത് ഒരാൾക്കും തർക്കമില്ല. പക്ഷെ മരണം എപ്പോഴാണ് സംഭവിക്കുക, എവിടെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് സംഭവിക്കുക, ഇതൊന്നും നമ്മളെ സൃഷ്ടിച്ച അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മളാരും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഈ ഭൂമി ലോകത്തേക്ക് വന്നവരല്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്തല്ലല്ലോ നമ്മളാരും വന്നത്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ യാത്ര പോകേണ്ടതും നമ്മൾ ഉദ്ദേശിച്ച സമയത്തല്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയം 84-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു ആശയമുണ്ട്. ഇന്നമാ നഉദ്ദു ലഹും അദ്ദ. നിങ്ങൾ എത്ര ശ്വാസം വലിക്കണം എന്നുള്ളത് ഞാൻ കണക്കാക്കിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഷരീഫ് സഖാഫി ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ എത്ര ശ്വാസം വലിക്കണം, എത്ര നാൾ ജീവിക്കണം, എത്ര സെക്കൻഡുകൾ ഈ ഭൂമി ലോകത്ത് കഴിയണം എന്ന് ഷരീഫ് സഖാഫിയെയും നമ്മെയും ഒക്കെ സൃഷ്ടിച്ച അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അവസാനത്തെ ശ്വാസം റബ്ബ് കണക്കാക്കിയത് വലിച്ച ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിനു വേണ്ടി, അദ്ദേഹത്തിൻ്റെ പാരത്രികമായ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനും ഹൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിലുള്ള നമുക്ക് ഈ മരണത്തിൽ ഏറെ പാഠങ്ങളുണ്ട്. ഇവിടെ നേരത്തെ ഷരീഫ് സഖാഫിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചവരുടെ നന്മകൾ നിങ്ങൾ അയവിറക്കണം എന്നുള്ളത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. അദ്ദേഹം ഇൽമിൻ്റെ വഴിയിലായി ജീവിച്ചു. പഠനം പൂർത്തിയായ ശേഷം, ബിരുദം വാങ്ങി പുറത്തിറങ്ങിയ ശേഷവും അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ഇൽമിൻ്റെ വഴിയിലായി തന്നെ ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, സമസ്ത കേരള സുന്നി യുവജന സംഘം പോലെയുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതെല്ലാം ഒരു തൗഫീഖാണ്. ഏതായിരുന്നാലും ഒരുപാട് സാദാത്തുക്കൾ, ഉലമാക്കളൊക്കെ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിൽ നമുക്ക് ഷരീഫ് സഖാഫിയിൽ നിന്ന് ധാരാളം പഠിക്കുവാനുണ്ട്. ജീവിതം വളരെയധികം കൃത്യതയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും അള്ളാഹുവിൻ്റെ ദീനിന് ഖിദ്മ ചെയ്യാൻ കിട്ടിയ അവസരങ്ങളിൽ ജീവിതം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. റബ്ബ് നിശ്ചയിച്ച ഒരു സമയം, അത് നല്ല മാസത്തിൽ ഒരു മരണം സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാമല്ലോ. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നത് ദുൽഹിജ്ജയുടെ ആദ്യ 10 നാളുകളെ കുറിച്ചാണെന്നാണല്ലോ അഭിപ്രായമുള്ളത്. റമളാനിലെ
അവസാനത്തെ 10-നേക്കാളും ഏറ്റവും മഹത്വം ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെന്ന് ഇരിക്കുന്ന ഉസ്താദുമാരായ നമുക്കറിയാമല്ലോ. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദിവസം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു രാവിൽ, അത് ഖബറിലെ ആദ്യ രാത്രിയായി പെരുന്നാൾ രാവിൽ അദ്ദേഹത്തിന് ഖബറിലേക്ക് പോകാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യയോട് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖാചരണം എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിലില്ല. അതേ സമയത്ത് നമുക്ക് വേദനയുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഉപ്പ ഞങ്ങളോട്, ഞാൻ വാപ്പയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ഷമയിൽ അത്ഭുതപ്പെട്ടു. കാരണം എന്നെ യാത്രയാക്കാനുള്ള മകൻ നേരത്തെ പോയി എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിഷമം ആ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും അദ്ദേഹം അക്ഷമ കാണിച്ചിരുന്നില്ല. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. ആർക്കാണ് മരണത്തെ തടഞ്ഞു നിർത്താനാവുക? റബ്ബ് നിശ്ചയിച്ച ആ മരണത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഒരു മികച്ച ഡോക്ടറിന് കഴിയില്ല. എത്രയോ നല്ല ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ മരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മരണം തടയാൻ ഒരു ഹോസ്പിറ്റൽ സംവിധാനങ്ങൾക്ക് കഴിയുന്ന ഒന്നല്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന് അള്ളാഹു നിശ്ചയിച്ച സമയമാണ് അദ്ദേഹത്തെ അള്ളാഹു വിളിച്ചു കൊണ്ടുപോയത്. ഇനി നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ പരലോക നന്മക്കും നമുക്കും ഈമാൻ കിട്ടി മരിക്കാനൊക്കെ ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഹാരിക്കായ റബ്ബ് അദ്ദേഹത്തിന് സ്വർഗം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല സ്വർഗത്തിൽ കുടുംബസമേതം അനാഥരായ മക്കൾ, ഞാൻ ഈ പ്രദേശത്തുള്ള നമ്മുടെ പ്രാസ്ഥാനിക സുഹൃത്തുക്കളോടും അദ്ദേഹത്തിൻ്റെ കൂടെ പിടിച്ച ഞങ്ങളെല്ലാവരും ഓർക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ മക്കളെയും ഈ കുടുംബത്തെയും നമ്മൾ മറക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആവുന്ന സഹായങ്ങളും ഹെൽപ്പുകളും ഒക്കെ ചെയ്തു കൊടുക്കണം. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ആ കുടുംബത്തിന് കൊടുക്കാനുള്ള ഒരു ചെറിയ രൂപത്തിലുള്ളൊരു ഹദിയ മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഞങ്ങളെ കൈവശം കൊടുത്ത് ഏൽപ്പിച്ചുകൊണ്ടാണ്. ഉസ്താദ് അവറുകൾ ആരോഗ്യമുള്ള സമയങ്ങളിലൊക്കെയും നമുക്കറിയാം ഉസ്താദ് പലയിടത്തും എത്തിപ്പെടാറുണ്ട്. ഈ പ്രദേശത്തൊക്കെ ഉസ്താദ് വരികയാണെങ്കിൽ ഒരു സഖാഫി മരിച്ചിട്ടുണ്ടെന്നറിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ സമയത്ത് അല്ലെങ്കിൽ ഇതിന് തൊട്ടടുത്ത ദിവസങ്ങളിലായി ഉസ്താദ് എത്തിപ്പെടും. പക്ഷേ ഇപ്പോൾ ഉസ്താദിനെ പറ്റുന്ന ഒരു ആരോഗ്യമുള്ള സമയമല്ല. അള്ളാഹു സുൽത്താനുൽ ഉലമക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.